കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ വായ്പാ തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി 121 കോടിയോളം രൂപയുടെ പിഴ ചുമത്തി സഹകരണ വകുപ്പ്. സഹകരണ ചട്ടങ്ങൾക്കും നിയമാവലിക്കും വിരുദ്ധമായി സംഘത്തിന്റെ പണം ദുർവിനിയോഗം ചെയ്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ആവശ്യമായ രേഖകളില്ലാതെ വായ്പ നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് 121 കോടി രൂപ പിഴ ചുമത്തണമെങ്കിൽ ആ തട്ടിപ്പിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, ഇത് അങ്കമാലിയിൽ കോൺഗ്രസ് നേതാക്കൾ അവിടെ ഭരണസമിതി അംഗങ്ങളായിരുന്ന കാലത്ത് നടന്ന തട്ടിപ്പാണ്. ഏതാണ്ട് 97 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഇത് സഹകരണ വകുപ്പും അന്വേഷണം നടത്തി. അതിനു പുറമെ ക്രൈംബ്രാഞ്ചും നിലവിൽ അന്വേഷണം തുടരുകയാണ്. ഈ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് വലിയ തോതിൽ വായ്പാ ക്രമക്കേട് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടിയിലേക്ക് സഹകരണ വകുപ്പ് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 121 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. അത് അന്ന് ഡയറക്ടർമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളും ഒപ്പം ജീവനക്കാരും ഇവരോട് ഈ പിഴ എടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരും എത്ര തുകയാണ് എടുക്കേണ്ടതെന്ന് സംബന്ധിച്ച വ്യക്തമായ കണക്കുകളും ഈ സഹകരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. പലരും കോൺഗ്രസ് നേതാക്കളായ ഇതിന്റെ സംഘം പ്രസിഡന്റ്, അദ്ദേഹം അന്തരിച്ചു, പി.ടി. പോൾ, ഇദ്ദേഹം അടക്കം പി.ടി. പോൾ 7 കോടിയിൽ പരം രൂപ, അതുപോലെ മറ്റ് ഭരണസമിതി അംഗങ്ങളും ഇത്തരത്തിൽ 7 കോടി, 6 കോടി, അങ്ങനെ ഓരോരുത്തരും ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് പുറമെ ജീവനക്കാരടക്കം അടയ്ക്കേണ്ട തുക സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ആ ഉത്തരവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവരോട് വിശദീകരണം ചോദിച്ച നോട്ടീസും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ ഭാഗമായി അതിന്റെ തുടർച്ചയായി ഇതിനകം തന്നെ 5 ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്യും, മറ്റ് 2 ജീവനക്കാർ, അങ്ങനെ 7 പേരെ ഇതിനകം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം ഇത് മറ്റു 2 ജീവനക്കാർ അവരെ സസ്പെൻഷനിലുമാണ്. ആ തരത്തിൽ ഉള്ള കർശന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ചും ഒപ്പം സഹകരണ വകുപ്പും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. വലിയൊരു തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്തവരുടെ പേരിലും മരിച്ചയാളുടെ പേരിലുമൊക്കെ വായ്പ നൽകിക്കൊണ്ടാണ് ക്രമക്കേട് കണ്ടെത്തിയത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിൽ തന്നെ ഉമേഷ്, ഇപ്പോൾ തന്നെ നമുക്കറിയാം ബത്തേരിയിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിവാദത്തിലാണ് കോൺഗ്രസ് പാർട്ടി. ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി 121 കോടി, നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ആളുകളുടെ പേരിൽ, വഴിയിൽ കൂടി പോയ ആളുകളുടെ പേരിൽ വരെ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തി. തികഞ്ഞ അഴിമതി എന്ന് തന്നെ, അതായത് നഗ്നമായ അഴിമതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. അത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വമോ ജില്ലാ നേതൃത്വമോ അറിയാതെ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് അവിടെ നടക്കുകയുമില്ല. കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ് ഇപ്പോൾ നിലവിൽ. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. ഇത് പരസ്യമായ തട്ടിപ്പാണ് അന്ന് നടന്നിട്ടുള്ളത്. അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. മരിച്ചയാളുടെ പേരിലും പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും ആധാരത്തിന്റെ പകർപ്പ് ഉൾക്കൊള്ളിച്ചും ഒരേ ആധാരത്തിൽ മേൽ തന്നെ ഒരു കുടുംബത്തിലെ 4 പേരുടെ പേരിൽ വ്യത്യസ്ത വായ്പ, ആ തരത്തിലൊക്കെയാണ് പലർക്കും വായ്പ നൽകിയിരുന്നത്. മാത്രമല്ല ഈ സംഘത്തിന്റെ ഡയറക്ടർമാരായിരുന്നവരും അനധികൃതമായി വായ്പ തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലർക്കും വായ്പാ കുടിശ്ശിക 2 കോടിയും 3 കോടിയും ഒക്കെ രൂപ പലർക്കും വായ്പാ കുടിശ്ശികയുമുണ്ട്. ആ തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് അവിടെ അരങ്ങേറിയത്. എന്ന് മാത്രമല്ല ഇതിലെ മുഖ്യപ്രതിയായിരുന്ന സംഘം പ്രസിഡന്റ് പി.ടി. പോൾ, ഇദ്ദേഹത്തിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ഒക്ടോബറിലാണ് അത്തരത്തിൽ അദ്ദേഹത്തിനെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. അത് സംബന്ധിച്ച അന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ട്. ആ തരത്തിൽ വലിയ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സ്വാഭാവികമായും ഇതിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 121 കോടിയുടെ പിഴയാണ് സഹകരണ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്.